ഇനി നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി അത്യാവശ്യം പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് വെച്ചെടുത്ത് ഈ പഴം നീളത്തിൽ കട്ട് ചെയ്തത് ഒന്ന് നിരത്തി വെച്ച് നമുക്ക് 2 വശം ഒന്ന് വേവിച്ചെടുക്കുക നെയ്യിൽ. എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഇപ്പം നമ്മൾ പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൂട്ട് തയ്യാറാക്കാം. അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കുറച്ച് മുന്തിരി, ഒരു 1/2 കപ്പ് തേങ്ങ. ഇത് ചെറുതായൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ടുകൊടുത്ത് നമ്മൾ തേങ്ങൻ്റെ കൂട്ട് റെഡി. ഇനി വേറെ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പാൽപ്പൊടി, 1 സ്പൂണ് മൈദ, 1 സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1/2 സ്പൂണ് ഏലക്കപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളം. പാലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. പാലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ആകോട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതേ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളെ വാട്ടി വെച്ച പഴം ഒന്ന് ഇതിൽ നിരത്തി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പഴം കേക്ക് എന്നൊക്കെ പറയും. ഇനി ഇതിലേക്ക് നമ്മളെ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളെ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് നിരത്തി കൊടുത്ത് ഇതിൻ്റെ മേലെ ബാക്കി വന്ന പഴം കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി എൻ്റെ ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് നമ്മളെ പഴം കേക്ക് റെഡി. ഇതിൽ കുറച്ച് പഴം കുറവായിപ്പോയി, എല്ലാ ഭാഗത്തും കവർ ചെയ്യാൻ പഴം എത്തിയില്ല. അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പഴം കേക്ക് റെഡി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സെറ്റല്ലേ?